ഈ എടത്തല പഞ്ചായത്തിലെ പട്ടികജാതിക്കാരിയായ മുസ്ലിം ലീഗുകാരിയായ ഒരു സ്ത്രീ ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലത്തും എന്ത് സംഭവിച്ചു? എല്ലാ ന്യൂനപക്ഷ സമുദായക്കാരാണ്. ഇനി വെള്ളാപ്പള്ളി പ്രാവശ്യം പറഞ്ഞാണോ തെറ്റ്, അതോ കോൺഗ്രസ്സുകാർ ചെയ്താണോ തെറ്റ്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. ലീഗുകാരത് വലിയ ത്യാഗമായിട്ട് അന്ന് മുതൽക്ക് ഇന്ന് വരെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യമാണ്. കേൾക്കാനാണ് ഞങ്ങൾ തിരൂരങ്ങാടിയിൽ നിർത്തി ജയിപ്പിച്ചില്ലേ, ജയിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. അത് ഒരു ത്യാഗമായിരുന്നില്ല എന്നല്ല, സത്യത്തിൽ അന്ന് മുതൽക്കാണ് കോൺഗ്രസ്സുകാരുടെ കഴുത്ത് ലീഗിൻ്റെ കക്ഷത്തിലായി. ഈ സതീശൻ്റെ കാര്യത്തിൽ ലീഗിൻ്റെ ചൊൽപ്പടിക്ക് വഴങ്ങുന്ന ആളല്ല സതീശൻ എന്ന് അദ്ദേഹം ഇതുവരെ തെളിയിച്ചിട്ടുണ്ട്. കാര്യം പാണക്കാട് തങ്ങളെ കാണുമ്പോൾ അദ്ദേഹം ആദരവൊക്കെ പ്രകടിപ്പിക്കും, കുഞ്ഞാലിക്കുട്ടിയോടും ഒക്കെ മാന്യമായിട്ട് പെരുമാറുമെങ്കിലും നമ്മൾ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സതീശനിൽ ഒരു അരപ്പിണറായും. അപ്പോൾ ഇതാണ് സ്ഥിതി. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞോ തെറ്റ്? പുള്ളി പറഞ്ഞില്ലെങ്കിലാണ് തെറ്റെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് പറയാൻ ഈ നാട്ടിലൊരു വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടായല്ലോ. അതെ, സത്യത്തിൽ അദ്ദേഹത്തെ നമ്മൾ പൂട്ട് തുടടിച്ചിട്ട്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. UDF ഭൂരിപക്ഷ സമുദായങ്ങൾ അവഗണിക്കപ്പെടുന്നുണ്ടോ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന് ശേഷം അധ്യക്ഷ ഉപാധ്യക്ഷ പദവികളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ സമുദായങ്ങളെ UDF പാടെ അവഗണിച്ചു, വെട്ടിത്തള്ളി എന്നുള്ളതാണ് പരാതി. പലയിടത്തു നിന്നും ഈ പരാതി ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ചില കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കോൺഗ്രസ് നേതൃത്വം നിസ്സഹായരാണ്. ഏത് വിഷയത്തിൽ? അവർ മുസ്ലിം ലീഗിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കേണ്ട നിസ്സഹായാവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തിപ്പെട്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് അവർക്ക് പലപ്പോഴും വഴങ്ങേണ്ടി വരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പരിശോധിക്കാൻ നമുക്ക് ഈ വിഷയങ്ങളുടെ വ്യത്യസ്ത വശങ്ങൾ. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് A. ജയശങ്കർ. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ വിഷയം അങ്ങയുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് UDF ഭൂരിപക്ഷ സമുദായങ്ങൾ, അതായത് തിരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള അംഗങ്ങൾക്കൊക്കെ തന്നെ വലിയ രീതിയിൽ അവഗണന നേരിടുന്നു. ഇത് ഇപ്പോഴത്തെ പരാതി മാത്രമല്ല, മുൻപും ഇത്തരത്തിലുള്ള പരാതികളുണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായുള്ള അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. ലീഗ് സമ്മർദ്ദം ഉയർത്തിക്കൊണ്ടേയിരിക്കും, ആ സമ്മർദ്ദത്തിന് അടിപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് എന്നൊക്കെ തന്നെ. ഇത് രണ്ടും നമുക്ക് ചേർത്ത് വായിക്കാൻ സാധിക്കുമോ? എന്താണ് ഇക്കാര്യത്തിൽ അങ്ങയുടെ അഭിപ്രായം? ആദ്യമായിട്ട് നമുക്ക് വെള്ളാപ്പള്ളി നടേശനിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ അതിനൊരു ചമൽക്കാരം ഉണ്ടാവും. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാൽ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് 30 കൊല്ലം പൂർത്തീകരിച്ച ആളാണ്. അദ്ദേഹം ഒന്നും കാണാതെ ഒന്നും പറയുകയില്ല എന്ന് നമുക്കറിയാം. കുമാരനാശാൻ മുതൽക്ക് അഡ്വക്കേറ്റ് ഗോപിനാഥൻ വരെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിമാരായിരുന്ന ആളുകളും വെള്ളാപ്പള്ളി നടേശനും തമ്മിൽ ഗുണപരമായിട്ടൊരു വ്യത്യാസമുണ്ട്. ഈ ആദ്യം പറഞ്ഞ ആളുകളൊക്കെ ഈഴവ ബ്രാഹ്മണരായിരുന്നു, അതായത് ഈഴവ സമുദായത്തിലെ വരേണ്യ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. വെള്ളാപ്പള്ളി നടേശൻ സാധാരണക്കാരുടെ പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് അത്രയും ചന്തവും ചാരുതയും ഒന്നും ഉണ്ടാവില്ല. കാരണം പരുഷമായ സത്യങ്ങളാണ് പുള്ളി ഓരോ സമയത്തും പറയുക. അതിന് മയം ഉണ്ടാവില്ല, നയം ഉണ്ടാവുകയില്ല. അദ്ദേഹം ഓരോ സമയത്തും നടത്തിയുള്ള പരാമർശങ്ങൾ ഓർത്താൽ നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് അദ്ദേഹം VS അച്യുതാനന്ദനെ വിമർശിച്ചിട്ടുണ്ട്, വെളിയം ഭാർഗവനെ വിമർശിച്ചിട്ടുണ്ട്, അതുപോലെ നമ്മുടെ ഉമ്മൻചാണ്ടിയെ രമേശ് ചെന്നിത്തല ഒരുമിച്ച് വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്ത് VD സതീശനെ, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ ബിനോയ് വിശ്വത്ത് വരെ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകൾ നമുക്കറിയാം. അത് മയമില്ലാത്ത സംസാര രീതിയാണ് വെള്ളാപ്പള്ളിയുടേത്. പക്ഷേ അതിലെ സത്യസന്ധത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. രൂക്ഷമായ പരാമർശങ്ങൾക്ക് പുറകിൽ വളരെ സത്യസന്ധവും സ്വതന്ത്രവുമായൊരു നിരീക്ഷണം അവിടെ ഉണ്ടാകും. ഈ വിഷയത്തിലേക്ക് വന്നാൽ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടി നിസ്സഹായമാണ്, ലീഗാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിലെ വലിയ സത്യമുണ്ട്. അത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. ഐക്യജനാധിപത്യ മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗ് തീരുമാനിക്കുന്ന വരയ്ക്കുന്ന വരക്കപ്പുറത്തേക്ക് കോൺഗ്രസ്സിന് പോകാൻ പറ്റുകയില്ല. ഞാനൊരു 3-4 ഉദാഹരണങ്ങൾ പറയാം. കരുണാകരനെ മാറ്റിയത് മുതൽക്ക് നോക്കിയാൽ മതി. കരുണാകരനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റി കേന്ദ്രത്തിലേക്ക് വിക്ഷേപിച്ചത് മുതൽക്കാണ് സത്യം പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ ഇങ്ങനെ ലീഗിന് കപ്പം കൊടുത്ത് കഴിയേണ്ട അവസ്ഥയിലേക്ക് പോയത്. കരുണാകരനെ മാറ്റുന്നതിൽ ഉമ്മൻചാണ്ടിയും സംഘവും ഘടകകക്ഷികളെ വലിച്ചഴിച്ചു. അതാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരു ആദിപാപം എന്ന് പറയാം. ഓക്കെ. അതായത് ഘടകകക്ഷികളെ രംഗത്തിറക്കി.
മുസ്ലിം ലീഗ് മാത്രമല്ല, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, പിള്ള ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ജേക്കബ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, CMPയും NDPയും ഉണ്ടായിരുന്നു. CMPയും NDPയും മാത്രമാണ് കരുണാകരൻ മാറ്റരുത് എന്ന അഭിപ്രായം പറഞ്ഞത്. ബാക്കി എല്ലാവരും കരുണാകരൻ മാറ്റണം എന്ന് പറഞ്ഞവരാണ്. അങ്ങനെ കോൺഗ്രസ്സിലെ ഒരു ഉൾപാർട്ടി പ്രശ്നത്തിലേക്ക് ഈ ഘടകകക്ഷികളെ കൊടുത്തു. പക്ഷേ മാണി ഗ്രൂപ്പിനോ ജേക്കബ് ഗ്രൂപ്പിനോ പിള്ള ഗ്രൂപ്പിനോ മറ്റ് പാർട്ടികൾക്കും ഒന്നും കോൺഗ്രസ്സിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അതുപോലെ കൈയിട്ട് പറയാനുള്ള അവസരം കിട്ടിയില്ല. മുസ്ലിം ലീഗ് കുറേ കൂടി പ്രബലമായൊരു പാർട്ടി ആയതുകൊണ്ട് അവർ ആ ഒരു മേൽക്കോയ്മ അന്ന് മുതൽ ഇന്നേ തീയതി വരെ കാത്തു സൂക്ഷിച്ചു എന്നുകൂടെ പറയാം. അതായത് 2005 മുതൽക്ക് 2025 2026 വരെ, കഴിഞ്ഞ 21 കൊല്ലത്തെ ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസ് പാർട്ടിയുടെ അല്ലെങ്കിൽ UDFിലെ നിർണായകമായ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുന്നത് മുസ്ലിം ലീഗാണ്. ഉദാഹരണത്തിന് AK ആൻ്റണിക്ക് മത്സരിക്കാൻ തിരൂരങ്ങാടി സീറ്റ് കൊടുത്ത് അതോടെ ആൻ്റണിയുടെ കഴുത്ത് ലീഗിൻ്റെ കക്ഷത്തിലായി. മനസ്സിലായില്ലേ? ഓക്കെ. ആൻ്റണിക്ക് ചേർത്തലയിലോ അല്ലെങ്കിൽ വേറെ തിരുവിതാംകൂർ ഭാഗത്തെ ഏതെങ്കിലും മണ്ഡലത്തിലോ മത്സരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് ഒഴിഞ്ഞ സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഈ തിരൂരങ്ങാടി സീറ്റ് ഈ നമ്മുടെ UA വീരൻ ഇന്ത്യൻ നാഷണൽ ലീഗ് ചേർന്നതിനെ തുടർന്ന് ആ സീറ്റ് ഒഴിഞ്ഞെടുക്കുന്നു. അപ്പോൾ മത്സരിച്ചാൽ നിസ്സാരമായിട്ട് ജയിക്കാവുന്ന സീറ്റ് എന്ന രീതിയിൽ ആൻ്റണി തിരൂരങ്ങാടിയിൽ വന്ന് മത്സരിച്ചു. ലീഗുകാരത് വലിയ ത്യാഗമായിട്ട് അന്ന് മുതൽക്ക് ഇന്ന് വരെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യമാണ്. AK ആൻ്റണി ഞങ്ങൾ തിരൂരങ്ങാടിയിൽ നിർത്തി ജയിപ്പിച്ചില്ലേ, ജയിപ്പിച്ചു എന്നുള്ളത് ശരിയാണ്. അത് ഒരു ത്യാഗമായിരുന്നില്ല എന്നല്ല, സത്യത്തിൽ അന്ന് മുതൽക്കാണ് കോൺഗ്രസ്സുകാരുടെ കഴുത്ത് ലീഗിൻ്റെ കക്ഷത്തിലായത്. അങ്ങനെ അവിടെ നിന്ന് ആരംഭിച്ചു. പിന്നീട് ഉണ്ടായ സംഭവങ്ങളൊക്കെ അതിന് അടിവരയിടുന്നതായിരുന്നു. ഇപ്പോൾ K മുരളീധരൻ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച് DIC ഉണ്ടാക്കിപ്പോയി. അദ്ദേഹത്തിന് LDFിൽ എടുത്തില്ല. പുള്ളി എങ്ങും അല്ലാത്ത അവസ്ഥയിൽ വന്നു. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു K മുരളീധരനെ തിരിച്ചു വിടണം, DICയെ തിരിച്ചു വിടണം. ഉമ്മൻചാണ്ടി വഴങ്ങി. KM മാണി കേരള കോൺഗ്രസിനെ UDFിൽ നിന്ന് വിടർത്തിയെടുത്തുകൊണ്ട് പോയി. അത് കഴിഞ്ഞ് KM മാണി കുറച്ചാൾ അവിടെ ഇല്ല ഇവിടെ ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് കുഞ്ഞാലിക്കുട്ടി മുഖേന ഇവരിടപെട്ടു. എന്നിട്ട് പറഞ്ഞു KM മാണിയെ തിരിച്ചു വിടണം, UDFിനെ ശക്തിപ്പെടുത്തണം എന്നാവശ്യം. ഒറ്റ കേൾവിയിൽ നമ്മൾ വിചാരിക്കും വലിയ ത്യാഗമല്ലേ ചെയ്തത്. അതിന് പരിഹാരമായിട്ട് എന്താ ചെയ്തത്? അവർക്ക് രാജ്യസഭാ സീറ്റ് തളികയിൽ വെച്ച് കൊടുത്തു. ആരുടെ സീറ്റ്? ലീഗിൻ്റെ സീറ്റാണോ? അല്ല, കൊടുത്തത് കോൺഗ്രസിൻ്റെ സീറ്റാണ്. അങ്ങനെ വഴി കിടക്കുന്ന നാളേരെടുത്ത് ഗണപതിക്ക് ഉടയ്ക്കാൻ പറയും. ഇതാണ് സത്യത്തിൽ ലീഗുകാർ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. KPCC പ്രസിഡന്റ് തീരുമാനിക്കാനും അല്ലെങ്കിൽ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് കമ്മിറ്റി അതിൻ്റെ ലെജിസ്ലേച്ചർ പാർട്ടി ലീഡറെ തീരുമാനിക്കാനും ഒക്കെ പാണക്കാട്ടുകാർക്ക് ഒരു സേ ഉണ്ട്. ആ നിലയിലേക്ക് കാര്യങ്ങൾ പോയി. ലീഗിന് അഭിമതനല്ലാത്ത, ലീഗിന് സമ്മതനല്ലാത്ത ഒരാൾക്ക് കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിൽ തുടരാൻ പറ്റുകയില്ല എന്നുള്ളതാണ് സത്യം. അത് ലീഗിൻ്റെ കഴിവ് എന്നതിനേക്കാളും അത് കോൺഗ്രസിൻ്റെ ദൗർബല്യമാണ്. ഇതാണ് സത്യം. ഇപ്പോൾ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ലീഗുകാർക്ക് അതുപോലെ പിടികിട്ടിയിട്ടില്ല. 5 കൊല്ലമായിട്ട് സതീശൻ ഏതാണ്ട് ഇൻഡിപെൻഡൻ്റ് എന്ന രീതിയിൽ തന്നെ കൊണ്ടുപോയി. കാരണം ഭരണമില്ലാത്തതുകൊണ്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ എളുപ്പമുണ്ട്. ഭരണത്തിൽ വരുമ്പോൾ സംഗതി ബുദ്ധിമുട്ടാവും. കാരണം ലീഗുകാർക്ക് കിട്ടുന്ന എല്ലാ വകുപ്പുകളും അവരുടെ സാമ്രാജ്യങ്ങളായിട്ട് മാറും. എന്ന് മാത്രമല്ല മറ്റുള്ള ആളുകളുടെ വകുപ്പുകളിലും അവർ ആ രീതിയിൽ തന്നെ സമ്മർദ്ദം ചെലുത്തി ഇടപെടുകയും ചെയ്യും. കോൺഗ്രസ്സുകാരാണെങ്കിൽ പാർട്ടിക്കകത്തുള്ള ചെറിയ പ്രശ്നങ്ങൾ തീർക്കാനായിട്ടും സാദിഖ് അലി തങ്ങളെ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെ അപ്രോച്ച് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺഗ്രസിൻ്റെ ദൗർബല്യമാണ്, അല്ലാതെ ലീഗിൻ്റെ ശക്തി മാത്രമല്ല. ഇങ്ങനെ ഒരു ഘടകം തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. മാത്രമല്ല ഈ UDF എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ന്യൂനപക്ഷം കേന്ദ്രീകൃതമായ സംവിധാനമാണ്. ഓക്കെ. കേരള കോൺഗ്രസ് നമുക്കറിയാം. മുസ്ലിം ലീഗിനാരും പറയാനുമില്ല. മുമ്പ് ഈ ചെറുകിട പാർട്ടികളൊക്കെ ഉണ്ടായിരുന്നു. PSP, NDP, SRP അല്ലെങ്കിൽ ഗൗരിയമ്മയുടെ JSS, CMP ഇങ്ങനെയുള്ള പാർട്ടി. ഈ പാർട്ടികൾക്കൊന്നും ഇപ്പോൾ കേരളത്തിൽ യാതൊരു അഡ്രസ്സും ഇല്ല. JSSക്ക് ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഇല്ല. ഏതാണ് അവസ്ഥ? ഈ കേരള കോൺഗ്രസ് തന്നെ വളരെ ദുർബലമായ അവസ്ഥയിലെത്തിയല്ലോ. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കാരന് ഇപ്പോൾ കേരളത്തിൽ യാതൊരു സേ ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ രാഷ്ട്രീയമായിട്ട് അവർ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ പിന്നെ ഈ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് റെപ്രസെൻറ്റേഷൻ കൊടുക്കാവുന്ന ഒരേ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സാണ്. അതെ. ആ കോൺഗ്രസ്സിൽ ഇപ്പോൾ എന്താ സ്ഥിതി എന്ന് ചോദിച്ചാൽ, ഇപ്പോഴല്ല കാലങ്ങളായിട്ട് എന്താ സ്ഥിതി എന്ന് ചോദിച്ചാൽ അത് തന്നെ ന്യൂനപക്ഷം കേന്ദ്രീകൃതമാണ്. ഞാൻ AK ആൻ്റണി ഉമ്മൻചാണ്ടി ഉദ്ദേശമല്ല പറയുന്നത്. പ്രാദേശികമായിട്ട് തന്നെ നോക്കിയാൽ DCC പ്രസിഡന്റുമാരുടെ പേരുവിനെടുത്ത് നോക്കുക. ഇപ്പം നാട്ടകം സുരേഷ് എന്ന് പറഞ്ഞ ആൾ കോട്ടയം DCC പ്രസിഡൻ്റായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ആളുകൾ പറഞ്ഞ് കോട്ടയത്ത് ക്രിസ്ത്യൻ അല്ലാത്ത ഒരാളെ, അത് നായർ പോലും അല്ലാത്ത ഒരാളെ DCC പ്രസിഡൻ്റാക്കിയത് ഞങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തീർത്തും അനഭിമതനാണ് എന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുണ്ടായി. അത് പരസ്യമായിട്ട് പറഞ്ഞവരല്ല, രഹസ്യമായിട്ട് മുറുമുറുത്തവരാണ് കൂടുതൽ. അത് തന്നെ പത്തനംതിട്ട DCCയുടെ കാര്യത്തിലും ഉണ്ടായി.
ഇങ്ങനെയൊക്കെ പലതും ഉണ്ട്. ഇതിപ്പോൾ പലർക്കും അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ എത്തും. നമ്മളന്വേഷിച്ച് വാർത്തകൾ ഇങ്ങോട്ട് വരും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ശക്തനായ തൻ്റെടിയായ സുധാകരൻ, ഇപ്പോൾ സുധാകരനെ മാറ്റേണ്ട ഒരു കാരണം അദ്ദേഹത്തിന് അനാരോഗ്യം ഉണ്ടായിരുന്നു, പ്രായാധിക്യം ഒരു വിഷയമാണെങ്കിൽ പോലും ഇത് കാലങ്ങളായിട്ട് ഇടവർക്ക് സമരം ചേർന്ന ഒരു സീറ്റായിട്ട് മാറി എന്നുള്ളതാണ്. ഇപ്പോൾ VM സുധീരൻ, മുല്ലപ്പള്ളി രാമേന്ദ്രൻ, അത് കഴിഞ്ഞ് സുധാകരൻ. ആലോചിച്ച് നോക്കും, ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ. അപ്പോൾ കോൺഗ്രസ്സിലെ ക്രിസ്ത്യൻ റെപ്രസെൻറ്റേഷൻ ശക്തിപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടാണ് ഈ സണ്ണി ജോസഫിനെ കൊടുത്തത്. ഇതിൻ്റെയൊക്കെ പുറകിൽ സ്വകാര്യ അജണ്ടകളാണ്. സത്യത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിന് റെപ്രസെൻറ്റേഷൻ കൊടുക്കാനാണെങ്കിൽ ബെന്നി ബെഹനാനെ കൊടുത്താൽ പോരെ. അയാൾ നല്ല തൻ്റെയുള്ള ആളാണ്. ഇവർ കൊട്ടുന്നത് താളത്തിന് തുള്ളുകയില്ല. അപ്പോൾ അവരുടെ താളത്തിന് തുള്ളുന്ന ഒരാളെ കണ്ടുപിടിച്ചിട്ട് ആ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞ് കൊണ്ടുവരികയാണ്. ഓക്കെ, ഇത് ക്രിസ്ത്യാനികളുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. സ്നേഹം കൊണ്ടെങ്കിൽ നല്ലൊരു തൻ്റെ ഉള്ള ഒരാളല്ലേ പ്രസിഡൻ്റായിട്ട് കൊണ്ടുവരുള്ളൂ. ഇതങ്ങനെയല്ല. ഇവരുടെ ആജ്ഞാനുവർത്തികളായിട്ട് നിൽക്കുന്ന താളത്തിന് തുള്ളുന്ന ഒരാളെ കണ്ടുപിടിച്ചിട്ട് ആ ക്രിസ്ത്യനാണ്, ഇയാൾക്ക് ബന്ധിക്കുന്നുണ്ട്, ഇയാൾ പ്രസിഡൻ്റ് ആയിക്കളാം എന്ന് പറഞ്ഞു കൊണ്ടുവരികയാണ്. ഇതിനൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്വകാര്യ അജണ്ടകൾ ഇതിനകത്തുണ്ട് എന്നുള്ള ഒരു സത്യമാണ്. ഇത് ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റുകയില്ല. ഇപ്പോൾ വെള്ളാപ്പള്ളിക്കെതിരെ വലിയ പടയൊരുക്കം നടക്കുന്ന അദ്ദേഹം ഒരു റിപ്പോർട്ടറെ കുറിച്ച് തീവ്രവാദി എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ വല്ല വസ്തുതയുണ്ടോ എന്നാണ് ആലോചിക്കേണ്ടത്. വെള്ളാപ്പള്ളി പറഞ്ഞതാണ്. ഞാൻ വെള്ളാപ്പള്ളിയുടെ വക്കാലത്ത് പിടിച്ച് പറയാതെ ആയിരിക്കും. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതാണ്, UDF ഭരണകാലത്ത്, ഇപ്പോഴല്ല, UDF ഭരണകാലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാരിക്കോരി അനുവദിച്ചപ്പോൾ ഈഴവരാതി പിന്നാക്ക സമുദായക്കാർ ഭയാനകമായിട്ട് തടയപ്പെട്ടു. ഞങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ ഒരു സ്കൂളോ കോളേജോ തുടങ്ങാനായിട്ട് ഇതുവരെ അനുവാദം കിട്ടിയില്ല, ഇപ്പോഴും കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ഒരു ലേഖൻ ഒരു കുസൃതിക്കാരനാണ്, അല്ലെങ്കിൽ ഒരു കുബുദ്ധിയാണെന്ന് വെച്ചോളൂ. അയാൾ ചോദിച്ച ചോദ്യം എന്താണ്, ഈ സർക്കാർ ഇപ്പോൾ 10 കൊല്ലമായിട്ടില്ല ഭരിക്കുന്നു, 9.25 കൊല്ലമായി, നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. സത്യമാണ്. അതിൻ്റെ കാരണം എന്താണ്? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഒറ്റ കേൾവിയിൽ ഈ ചോദ്യവും ഈ ഉത്തരവും കേൾക്കുമ്പോൾ നമ്മൾ കൈയടിക്കും, ഇല്ലേ? പക്ഷേ അതിൽ വലിയൊരു പ്രശ്നമുണ്ട്. ഈ സർക്കാർ വന്ന പിന്നെ ജാതിയുടെയോ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോയിട്ട് ഒന്നിൻ്റെ അടിസ്ഥാനത്തിലും ഒരു വിദ്യാലയവും തുടങ്ങിയിട്ടില്ല. മനസ്സിലായില്ലേ? ശരിയാണ്. വെള്ളാപ്പള്ളി പറഞ്ഞത് എയ്ഡഡ് സ്കൂളിൻ്റെ കാര്യമുണ്ട്. എയ്ഡഡ് സ്കൂളിന് അനുവാദം കൊടുത്തിട്ടില്ല, എയ്ഡഡ് കോളേജിന് അനുവാദം കൊടുത്തിട്ടില്ല. ആർക്കും കൊടുത്തിട്ടില്ല. നായർക്കും കൊടുത്തിട്ടില്ല, നമ്പൂരിക്കും കൊടുത്തിട്ടില്ല, ക്രിസ്ത്യാനിക്കും കൊടുത്തിട്ടില്ല, മുസ്ലിമിനും കൊടുത്തിട്ടില്ല, ഈഴവനും കൊടുത്തിട്ടില്ല. ശരിയല്ലേ? കൊടുത്തത് എപ്പോഴാണ്? കൊടുത്തത് ഈ UDFൻ്റെ ഭരണകാലത്താണ്. UDFൻ്റെ ഭരണകാലത്ത് ചില സമുദായങ്ങൾക്ക് വാരിക്കോരി കിട്ടിയപ്പോൾ ഈഴവർക്ക് കിട്ടിയില്ല. ഇതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത്. പക്ഷേ അതിന് ഏത് രീതിയിൽ വക്രീകരിച്ചു? വെള്ളാപ്പള്ളി നടേശൻ ജാതി പറയുന്നു, വർഗീയത പറയുന്നു, ശ്രീനാരായണ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. കേട്ടിച്ചെന്ന് തോന്നുന്നു ബാക്കി എല്ലാ സമുദായക്കാരും ശ്രീനാരായണ ധർമ്മത്തിൽ ഉറച്ചു പിടിച്ച് നിന്നിട്ട് മുമ്പോട്ട് കൊടുത്തു. അങ്ങനെയല്ല, പറഞ്ഞ മനസ്സിലായില്ലേ? അതെ, ഇത് ആടിനെ പട്ടിയെ പേപ്പട്ടിയാക്കുകയും ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പോൾ കേരളത്തിൽ ഒരു വർഗീയവാദിയേ ഉള്ളൂ. അതാരറിയാമോ? ആ ഒരേ ഒരു വർഗീയവാദിയുടെ പേര് വെള്ളാപ്പള്ളി നടേശനാണ്. ഇതാണ് അവിടെ സംഭവിച്ചത്. ഞാൻ മാത്രമല്ല, ഒരു പത്രസമ്മേളനത്തിലൊക്കെ പുലർത്തേണ്ട ഒരു മിനിമം മര്യാദയില്ലേ? 89 വയസ്സുള്ളൊരു മനുഷ്യനാണ്, 30 കൊല്ലമായിട്ടൊരു സമുദായ സംഘടനയുടെ നായക സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കണ്ടേ? അതും വേണ്ട. ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴത്തേക്ക് വേണ്ട അടുത്ത ചോദ്യം ചോദിക്കാനായിട്ട്. ഇത് കിഴക്കുന്ന് ഒരാൾ ചോദിക്കും, പടിഞ്ഞാറുന്ന് വേറൊരാൾ ചോദിക്കും. ഒരാളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് തീരുമ്പോഴത്തേക്കും അടുത്ത ആൾ വേറൊരു ചോദ്യം ചോദിക്കും. ഇവരൊക്കെ പിണറായി വിജയൻ്റെ പത്രസമ്മേളനത്തിൽ പോയി എങ്ങനെയാണ് പെരുമാറുന്നത് നിങ്ങൾ കണ്ടിട്ടോ? പഞ്ചമുച്ച മടക്കി ഈ രണ്ടാം മുണ്ട് അരയിൽ കെട്ടി കയ്യും പൊത്തി നിന്നിട്ടാണ് ചോദ്യം ചോദിക്കുക. മുഖ്യന് രുചികരമായിട്ടുള്ള ഒരു ഒറ്റ ചോദ്യം ഒരുത്തരും ചോദിക്കില്ല, മുട്ടുകാലിടിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ വായിന്ന് പറഞ്ഞ വർത്താനം അതുപോലത്തെ ആയിരിക്കും. മനസ്സിലായോ? ഇതാണ് ഇത് വെള്ളാപ്പള്ളി നടേശനാവുമ്പോൾ ഉള്ള കുഴപ്പം. ഇതാണ് ഈ പഴയ ഒരു ഉപമ തോപ്പിൽ വാസി പറഞ്ഞത് നമ്മൾ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ, അമ്പലപ്പറമ്പിൽ കെട്ടിയ ആനയെ അങ്ങാടി പിള്ളേർ കല്ല് വിളിച്ചെറിയുന്ന പോലെയാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ പത്രസമ്മേളനം കണ്ടിട്ട് എനിക്ക് തോന്നിയത്. 89 വയസ്സായ ആളെന്നുള്ള ഒരു പരിഗണനയിൽ കൊടുക്കണ്ടേ? സമുദായ സംഘടനയുടെ മേൽസ്ഥാനികൻ എന്നത് വേണ്ട. ആ ഒരു പരിഗണന പോലും ഇല്ലാതെയാണ് ഈ ചില മാധ്യമപ്രവർത്തകർ, പ്രത്യേകിച്ച് ഈ ഒരു പ്രത്യേക ചാനലിൻ്റെ പ്രവർത്തകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വർഗീയവാദിയാക്കുകയോ മതേതരവാദിയാക്കുകയോ എന്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യും? അതൊക്കെ വേറെ കാര്യം. അതൊക്കെ നമ്മുടെ ഒരു വീക്ഷണത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും മെറിറ്റുണ്ടോ എന്ന് നോക്കുന്നതിന് പകരം വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദി, കേരളത്തിൽ ഏറ്റവും കൊളരാത്തവൻ, വെറുക്കപ്പെട്ടവൻ എന്ന രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് യോജിക്കാം, അല്ലെങ്കിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്ന് സ്ഥാപിക്കാം. ഒരു കുഴപ്പമില്ല, സ്ഥാപിക്കട്ടെ. അതിന് പകരം അവരെന്താ പറയുന്നത്? വെള്ളാപ്പള്ളി നടേശനെ കാണുന്നിടത്ത് വെച്ച് കരിയോയിൽ ഒഴിക്കുന്നവർക്ക് ക്യാഷ് അവാർഡ് പ്രഖ്യാപിക്കുന്നു. ആര്?
പോപ്പുലർ ഫ്രണ്ടുകാരല്ല, അതെ, ജമാഅത്ത് ഇസ്ലാമിക്കാരും അല്ല, മുസ്ലിം ലീഗുകാരും അല്ല. മുസ്ലിം ലീഗുകാരൊക്കെ കുറച്ചുകൂടി മര്യാദയും വിനയമുള്ളവരുണ്ടോ, അവരങ്ങോട്ടും ചെയ്യില്ല. ഇത് പറയുന്നത് മലപ്പുറത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡൻ്റാണ്, മനസ്സിലായോ? എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ എന്ത് നടപടി എടുത്തു? ഇവിടെ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരനായ നിയമപണ്ഡിതനായ ഒരു KPCC പ്രസിഡൻ്റ് ഉണ്ടല്ലോ, ഇയാളുടെ പേരിൽ എന്ത് നടപടി എടുത്തു? ഒരു നടപടി എടുത്തില്ല, നടപടി എടുക്കുകയുമില്ല. എന്നിട്ട് ഇവർ പറയുന്നതാ മറ്റേത് വർഗീയവാദി, നമ്മുടെ ആൾ മതേതരവാദി. ഇതാണ് ഇവിടെ നടക്കുന്ന പരിപാടി. അല്ല, എത്രയോ നേതാക്കളായാലും ചില മുതിർന്ന മാധ്യമപ്രവർത്തകർ, ചില നിരീക്ഷകരൊക്കെ തന്നെ വളരെ നമ്മൾ പറഞ്ഞാൽ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും അതിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ നടക്കുകയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുകയോ ചെയ്തതായി നമ്മൾ കണ്ടില്ല. അത് അങ്ങയുടെ ശ്രദ്ധയിൽ പെട്ടുണ്ടാകണം. തീർച്ചയായിട്ടും. അതെ, അല്ല ഞാനിത് പറയാം. ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ വേറൊരു കാര്യം. ഇപ്പോൾ എൻ്റെ വീട് ആലുവയിലാണ്. ആലുവ അസംബ്ലി മണ്ഡലത്തിൽ ഒരു വോട്ടറാണ് ഞാൻ. എൻ്റെ ചങ്ങമനാട് പഞ്ചായത്താണ്. ആലുവ അസംബ്ലി മണ്ഡലം എന്ന് പറഞ്ഞാൽ നേരത്തെ പഴയ ആലുവ മണ്ഡലമല്ല, പുനർവിഭജനത്തിന് ശേഷം ആലുവയുടെ ഈ ടോപ്പോഗ്രാഫി മാറിയിട്ട് മുമ്പ് ആലുവ പുഴയുടെ തെക്ക് ഭാഗത്ത് ഉള്ള പ്രദേശങ്ങൾ മാത്രമേ ആലുവ മണ്ഡലത്തിലുണ്ടായിരുന്നുള്ളൂ. അതായത് ആലുവ മുനിസിപ്പാലിറ്റി, അതിൻ്റെ അപ്പുറത്ത് എടത്തല പഞ്ചായത്ത്, ചൂർണിക്കര പഞ്ചായത്ത്, കീഴ്മാട് പഞ്ചായത്ത്, പിന്നെ കളമശ്ശേരി മുനിസിപ്പാലിറ്റി, ഏലൂർ മുനിസിപ്പാലിറ്റി. ഇതായിരുന്നു പഴയ ആലുവ. ഇപ്പോഴത്തെ ആലുവ അങ്ങനെയല്ല. ആലുവ മുനിസിപ്പാലിറ്റി, എടത്തല, ചൂർണിക്കര, കീഴ്മാട് 3 പഞ്ചായത്തുകൾ. ഇത് ആലുവ പുഴയുടെ തെക്ക് ഭാഗത്തും. പണ്ട് വടക്കേക്കര നിയോജകമണ്ഡലത്തിലുണ്ടായിരുന്ന ഞങ്ങൾ ചെങ്ങമനാട് പഞ്ചായത്ത്, നെടുമ്പാശ്ശേരി പഞ്ചായത്ത്, പിന്നെ നേരത്തെ അങ്കമാലി മണ്ഡലത്തിലായിരുന്ന കാഞ്ഞൂർ പഞ്ചായത്ത്, ശ്രീമൂലാരം പഞ്ചായത്ത്. ഇങ്ങനെ ഒരു മുനിസിപ്പാലിറ്റി 7 പഞ്ചായത്തുകളുള്ള ഒരു പ്രദേശമാണ് ആലുവ അസംബ്ലി മണ്ഡലം. ഈ ആലുവ അസംബ്ലി മണ്ഡലത്തിൽ ഹിന്ദു വിഭാഗത്തിൽ, അതായത് ഭൂരിപക്ഷ സമുദായക്കാർക്കാണ് ഭൂരിപക്ഷം. 50% അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഭൂരിപക്ഷ സമുദായക്കാരാണുള്ളത്. അതിൻ്റെ പുറകെ ചില പ്രത്യേക ഏരിയയിൽ, ഉദാഹരണത്തിന് എടത്തല പഞ്ചായത്ത് ഗണ്യമായിട്ട് മുസ്ലിം ജനസംഖ്യ ഉള്ളതാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന കീഴ്മാട് പഞ്ചായത്തിലും മുസ്ലിം ഭൂരിപക്ഷമല്ല, അവർ സാമാന്യമായിട്ടുമുണ്ട്. പിന്നെ ഞങ്ങളുടെ ചെങ്ങമനാട് പഞ്ചായത്തിൽ വളരെയധികം ഇല്ല, എന്നാലും ഉണ്ട്. ശ്രീമൂലരം പഞ്ചായത്തിലുമുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ ആലുവ മുനിസിപ്പാലിറ്റിയിൽ, അവിടെ ഭൂരിപക്ഷമില്ല. പിന്നെ കാഞ്ഞൂർ പഞ്ചായത്തിലും നെടുമ്പാശ്ശേരി പഞ്ചായത്തിലുമുണ്ട്. മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഭൂരിപക്ഷ സമുദായക്കാർക്കാണ് ഭൂരിപക്ഷം. അപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിയും 7 പഞ്ചായത്തുകളുള്ളത്. ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഴുവൻ സ്ഥലത്തും UDF ജയിക്കുകയാണ്. ആലുവ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് ജയിക്കുന്നു. മറ്റ് സ്ഥലങ്ങളിലൊക്കെ UDF ആയിട്ട് മത്സരിച്ച് ജയിക്കും. ഇപ്പോൾ കാണുന്ന കാഴ്ച എന്നറിയുമോ? മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനും വൈസ് ചെയർമാനും ന്യൂനപക്ഷ സമുദായക്കാരാണ്. ഒന്ന് ക്രിസ്ത്യൻ ന്യൂനപക്ഷം, മറ്റൊരു മുസ്ലിം ന്യൂനപക്ഷം. എടത്തല പഞ്ചായത്ത്, ചൂർണിക്കര പഞ്ചായത്ത്, അതുപോലെ കീഴ്മാട് പഞ്ചായത്ത്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ ചെങ്ങമനാട് പഞ്ചായത്ത്, നെടുമ്പാശ്ശേരി പഞ്ചായത്ത്, കാഞ്ഞൂർ പഞ്ചായത്ത്, ശ്രീമൂലാരം പഞ്ചായത്ത്, എല്ലാ സ്ഥലത്തും ന്യൂനപക്ഷ സമുദായക്കാരാണ്. ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു ഒറ്റ പഞ്ചായത്ത് പ്രസിഡൻറ്റോ വൈസ് പ്രസിഡൻറ്റോ ഇല്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ശരിയല്ല. കാരണം എടത്തല പഞ്ചായത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എടത്തല പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനും വൈസ് പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിനുമാണ്. മുസ്ലിങ്ങൾ കുറച്ച് അധികമുള്ള സ്ഥലം ഞാൻ പറഞ്ഞല്ലോ. അവിടെ മുസ്ലിം ലീഗ് 5 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു കോടി ചിഹ്നത്തിൽ. 5-ൽ 4 പേര് തോറ്റുപോയി. 4 പേര് തോറ്റുപോയി. അവസാനം ഈ വനിതാ വാർഡിൽ, അത് പട്ടികജാതിക്കാർക്ക് സമരം ചെയ്ത സീറ്റാന്ന് തോന്നുന്നു, മുസ്ലിം ലീഗിൻ്റെ പട്ടികജാതിക്കാരിയായ ഒരു സ്ത്രീ ജയിച്ചു. അവരെ വൈസ് പ്രസിഡൻ്റാക്കി. അങ്ങനെ ഈ എടത്തല പഞ്ചായത്തിലെ പട്ടികജാതിക്കാരിയായ മുസ്ലിം ലീഗുകാരിയായ ഒരു സ്ത്രീ ഒഴിച്ചാൽ ബാക്കി എല്ലാ സ്ഥലത്തും എന്ത് സംഭവിച്ചു? എല്ലാ ന്യൂനപക്ഷ സമുദായക്കാരാണ്. ഇനി വെള്ളാപ്പള്ളി പ്രാവശ്യം പറഞ്ഞാണോ തെറ്റ്, അതോ കോൺഗ്രസ്സുകാർ ചെയ്താണോ തെറ്റ്? നിങ്ങളതിനെ ആലോചിച്ച് നോക്ക്. ഇനി ഇത് കേൾക്കുന്നവർ ഒരു കാര്യവും മനസ്സിലാക്കണം. ഇനി പ്രസിഡന്റുമാരാകാൻ യോഗ്യതയുള്ള ആളുകളില്ലാത്തതുകൊണ്ടല്ലേ ഇപ്പോൾ ചൂർണിക്കര പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവരും വിചാരിച്ചത് KK ശിവാനന്ദൻ എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം ശ്രീനാരായണ സമുദായക്കാരനാണ്, സീനിയർ മെമ്പറാണ്. പുള്ളി പ്രസിഡൻ്റ് ആവുന്നതാണ്. അയാൾ 4ാം തവണയോ മറ്റോ പഞ്ചായത്ത് മെമ്പറായിട്ട് ജയിച്ച ആളാണ്. ഒരു അഴിമതിക്കാരനല്ലാത്ത പൊതുപ്രവർത്തകരാണ്, ജനസ്വീകാരനായിട്ടുള്ള ആളാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എന്ത് പറ്റി? ആദ്യമായിട്ട് പഞ്ചായത്തിലേക്ക് ജയിച്ച നസീർ ചൂർണിക്കര എന്ന് പറഞ്ഞൊരു വിദ്വാനെ പ്രസിഡൻ്റാക്കി. എന്താ കാര്യം? അയാൾ MLA-യുടെ ഒരു പ്രധാനപ്പെട്ട സിൽബന്തിയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതല്ല, പത്രത്തിലൊക്കെ വന്നാൽ ഇന്ന ദിവസം വരെ ആരും നിഷേധിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് നിഷേധിക്കുക? കേരള കൗമുദിലും വന്നു, മാതൃഭൂമിയിലും വന്നു. ഏതാണ്ട് ഐഡൻറ്റിക്കലായിട്ടുള്ള വാർത്ത 2 പത്രത്തിലും വന്നു. മനോരമയിലും വന്നില്ല, മാധ്യമത്തിലും വന്നില്ല. പക്ഷേ ഈ പത്രങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ ചില ജാതിയും മതവും സമുദായവും ഒക്കെ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു?
അപ്പോൾ ഇത് അവിടുത്തെ SNDPയുടെ ഒരു പ്രവർത്തകൻ എന്നെ വിളിച്ച് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പത്ര കട്ടിങ്ങുകൾ എനിക്ക് അയച്ചു തന്നു. ഞാൻ ആ സമയത്ത് കൽക്കട്ടയിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒന്നും വിഷമിക്കണ്ട, 3 മാസം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമല്ലോ, മഹാനായ അൻവർ സാദത്ത് ഇനി നമ്മുടെ അടുത്ത് വോട്ട് ചോദിച്ചു വരും. ആലുവ മണ്ഡലത്തിൽ ആർക്കാണ് ഭൂരിപക്ഷം, ഏത് സമുദായക്കാർക്കാണ് ഭൂരിപക്ഷം. അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കണം ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറയും, ഞാൻ ജനാധിപത്യവും മതേതരത്വവും നെഹ്റുവിയൻ സോഷ്യലിസവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. നമ്മുടെ മഹത്തായ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കാനായിട്ട് നിങ്ങളെല്ലാവരും കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് എന്നെ 4ാമതും ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണം, ഈ ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രം മതിയോ സാദത്തെ? അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പിലും കണ്ടില്ലല്ലോ. അപ്പം നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ മതി. ഇത് ചോദിക്കേണ്ട സമയത്ത് ആൾക്കാർ ചോദിക്കില്ല, അവിടെ പ്രശ്നം കിടക്കുന്നത്. അതെ അതെ. ഇപ്പോൾ സാദത്തെ എൻ്റെ വീട്ടിൽ വോട്ട് ചോദിച്ചു വരുമ്പോൾ ഞാൻ ചോദിക്കും, സാദത്തെ നിങ്ങൾ ഈ ചെയ്തത് ശരിയാണോ? വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാണോ തെറ്റ്, നിങ്ങൾ ചെയ്താണോ തെറ്റ്? അപ്പോൾ സാദത്ത് പറയും, എൻ്റെ പൊട്ടി ചേട്ടാ, ഞാൻ നിരപരാധിയാണ്, ചേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാനല്ല, ഇത് A ഗ്രൂപ്പ് I ഗ്രൂപ്പ് തമ്മിൽ വീതം വെച്ച് വന്നപ്പോൾ സീറ്റുകളൊക്കെ ഓരോരുത്തർക്ക് കൊടുക്കണമെന്ന് അക്കമഡേറ്റ് ചെയ്യണ്ടോ എന്ന് പറയും. ഇത് തന്നെയാണ് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ രാജി സന്തോഷ് എന്ന് പറഞ്ഞാൽ അവിടെ വലിയ സ്വീകാര്യതയുള്ള ഒരു പൊതുപ്രവർത്തകയുണ്ട്. അവർ കഴിഞ്ഞവണ ഇവിടെ ചൂർണിക്കര പഞ്ചായത്തിൽ പ്രസിഡൻ്റായിരുന്നാണ്. അവർക്ക് സംഭവിച്ച നെടുമ്പാശ്ശേരി പഞ്ചായത്തിൽ ധനേഷ് എന്ന് പറഞ്ഞൊരാളുടെ അദ്ദേഹത്തിനും അവസാനം പ്രസിഡന്റ് സ്ഥാനം വന്നപ്പോൾ രണ്ടും ഇതുപോലെ അടിച്ചുപോയി. ഇങ്ങനെ പ്രസിഡൻ്റല്ല, വൈസ് പ്രസിഡന്റ് വനിതയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തമാശകളാണ് ഈ സ്ഥലത്ത് മുഴുവൻ നടക്കുന്നത്. ഇത് വെച്ച് നോക്കുമ്പോൾ അങ്കമാലി ഭേദം കേട്ടോ. അങ്കമാലിയിൽ ക്രിസ്ത്യാനികൾക്ക് കുറച്ചുകൂടി മേൽക്കൈയുള്ള സ്ഥലമാണ്. പക്ഷേ അവിടെ ഒന്നിലധികം പഞ്ചായത്തുകളിൽ മറ്റ് സമുദായത്തിൽപ്പെട്ട ആളുകൾ പ്രസിഡന്റുമാരായിട്ട് വന്നിട്ടുണ്ട്. പറവൂരും അവിടെയൊക്കെ കുറേ വ്യത്യാസമുണ്ട്, കളമശ്ശേരിയിലൊക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലെയുള്ള ഇത് മിക്കവാറും എല്ലാ സ്ഥലത്തും ഇതാണ് നടന്നേക്കുന്നത്. നിങ്ങൾ ആ കണക്കൊന്നും എടുത്ത് നോക്ക്. പിന്നെ ആലുവ മുനിസിപ്പാലിറ്റിയിലേക്ക് സീറ്റ് കൊടുത്തപ്പോൾ ആലുവ മുനിസിപ്പാലിറ്റി പോലും ക്രിസ്ത്യാനികളെക്കാൾ മുസ്ലിങ്ങളെക്കാൾ വളരെ കൂടുതൽ, ക്രിസ്ത്യാനികളെക്കാൾ അല്പം കൂടി കൂടുതൽ ഭൂരിപക്ഷ സമുദായക്കാരുള്ളത്. പക്ഷേ സീറ്റ് കൊടുത്തപ്പോൾ എന്താ സ്ഥിതി അറിയാമോ? 26 ഡിവിഷനുള്ളത് കോൺഗ്രസിൻ്റെ കൈപ്പത്തി അടയാളത്തിൽ മത്സരിക്കുന്നു എല്ലാവരും. 3 പേർ മുസ്ലിങ്ങളാണ്, 5 പേർ ഹിന്ദുക്കളാണ്. ബാക്കി 26-ൽ ബാക്കി ആളുകളെല്ലാം 18 പേരും 5, 3, 8 കഴിഞ്ഞാൽ 18 പേരും ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ഇതാണ് സ്ഥിതി. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞോ തെറ്റ്? പുള്ളി പറഞ്ഞില്ലെങ്കിലാണ് തെറ്റെന്നാണ് എൻ്റെ അഭിപ്രായം. ഇത് പറയാൻ ഈ നാട്ടിലൊരു വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടായല്ലോ. അതെ, സത്യത്തിൽ അദ്ദേഹത്തെ നമ്മൾ പൂട്ട് തോടടിച്ചിട്ട് ഇനി ഒരു കാര്യം പറയും. വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രസ്താവന കഴിഞ്ഞുള്ളൂ, അദ്ദേഹം ആഞ്ഞടിച്ച് പറഞ്ഞു, രണ്ടാമതും പറഞ്ഞു, എനിക്ക് മരിക്കാനും പേടിയില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഒരാൾ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞായറാഴ്ച രാവിലെ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന തിരുവനന്തപുരത്തുകാരനായ ഒരു കരയോഗം നായർ, ഹൈക്കോടതിയിൽ വക്കീലാണ്, പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ നമുക്ക് വേണ്ടി പറയുന്നത് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനുണ്ട്, വേറെ ആരുമില്ല, നമ്മുടെ പെരുന്നേല പോപ്പ് ഈ പണി നിർത്തി വേറെ ഒരിടത്ത് പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. മനസ്സിലായോ? അത് കഴിഞ്ഞ് കുറേ കൂടി കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞാൻ കോടതിയിലേക്ക് വരുന്ന വഴിക്ക് മെട്രോയിൽ കയറുന്ന സമയത്ത് വേറെ അതിപ്രസിദ്ധനായ വേറൊരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം BJP കാരനാണ്, BJPയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. പുള്ളി പറഞ്ഞു, ഇത് സത്യത്തിൽ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് നമുക്ക് വേണ്ടിയിട്ടാണ്, അതായത് എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ ചിന്താഗതി വെള്ളാപ്പള്ളി പറഞ്ഞില്ല എന്നുള്ളതല്ല, ഇത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ വലിയ ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് ഒക്കെ പറയൂലേ, OBC സമുദായക്കാരെ മുഴുവനും ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി വലിയ വലിയ പ്രസ്താവനകൾക്ക് അടുത്ത് ഓർക്കണ്ടേ. പുള്ളി ഡൽഹിയിൽ OBCക്കാരന് വലിയ മീറ്റിംഗ് വിളിച്ചു കൂട്ടി, അതറിയാമോ? എന്നിട്ട് സുപ്രസിദ്ധ ദളിത് ചിന്തകനായ കാഞ്ച ഐലയ്യ എന്ന് പറഞ്ഞൊരാളുണ്ട്, ഹൈദരാബാദിലെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അദ്ദേഹത്തെ വിളിച്ചു വരുത്തി രാഹുൽ ഗാന്ധി വലിയ പ്രസംഗമൊക്കെ നടത്തിച്ചു. അദ്ദേഹം അവിടെ വെച്ച് രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ചു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഈ OBCക്കാരെ സഹായിക്കാൻ പോകുന്ന ആൾ വലിയൊരു മിശിഹ എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി ഇതുവല്ല അറിയുന്നുണ്ടോ? ഈ ആലുവയിലെ ഒരു മുനിസിപ്പാലിറ്റിയിലും 7 പഞ്ചായത്തിലും സീറ്റ് വീതം വെച്ചപ്പോൾ എന്താ സംഭവിച്ചത്? OBCക്കാർക്ക് എന്താ സംഭവിച്ചത്? പോട്ടെ, മറ്റുള്ളവർക്ക് എന്താ സംഭവിച്ചതെന്ന് പുള്ളി അറിയുന്നില്ല. ഇതൊക്കെ സിദ്ധാന്തം വേറെ, പ്രയോഗം വേറെ. ഇത് തെരഞ്ഞെടുപ്പ് ഏത് ലോക്കൽ ബോഡി ഇലക്ഷനിലെ സ്ഥിതിയാണ്. അപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി നമ്മൾ ഊഹിച്ചാൽ മതി. വളരെ സിമ്പിളല്ലേ? ലോക്കൽ ബോഡിയിലെ സ്ഥിതി ഇതാണെങ്കിൽ, ഇത് പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ ഉണങ്ങമരത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? നിങ്ങൾ തന്നെ ആലോചിച്ച് പറഞ്ഞാൽ മതി. അല്ല, അങ്ങ് പറഞ്ഞ ഒരു പോയിന്റ് അതിൽ കൂടി കണക്ട് ചെയ്ത് ഞാൻ മറ്റൊന്നും കൂടി ചോദിക്കാം. അതായത്
പറഞ്ഞത് KPCC പ്രസിഡന്റിനെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അത് ലീഗിന് സ്വാധീനിക്കാൻ സാധിക്കുന്ന ഒരാളെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് എന്നുള്ളൊരു നിരീക്ഷണത്തെ അങ്ങ് പിന്താങ്ങുകയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങളെയും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല കാര്യങ്ങളിലും കോൺഗ്രസ് നിസ്സഹായരായി പോകുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ ഹിന്ദു ഐക്യത്തെക്കുറിച്ച് താൻ പറഞ്ഞ നാൾ മുതൽ താൻ ലീഗിൻ്റെ കണ്ണിലെ രണ്ടാമത് കൂടി ഒരു കരട് വീണ ഒരു പ്രതീതിയായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ ഒരു കാര്യവും നമ്മളിപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണെന്ന് തോന്നുന്നു. ഈ UDF സംവിധാനം എടുത്ത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളുടെ ഐക്യം അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ശാക്തീകരണം ലീഗ് ഇഷ്ടപ്പെടുന്നില്ല എന്ന ഒരു കാര്യം കൂടി ഉയർന്നു വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? അല്ല, അത് വേറൊരു രീതിയിലാണ് അതിനെ ഞാൻ അപ്രോച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സത്യത്തിൽ ഈ ഭൂരിപക്ഷ സമുദായ ഐക്യം, ഹിന്ദു ഐക്യം എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിക്കില്ല. അത് ശ്രദ്ധിച്ചിട്ടോ? ഭൂരിപക്ഷ സമുദായം എന്നേ പുള്ളി പറയുള്ളൂ. അതെ, ഭൂരിപക്ഷ സമുദായങ്ങൾ സംഘടിക്കണം, നമ്മൾ യോജിച്ചിരുന്നില്ലെങ്കിൽ പ്രശ്നമാവും എന്ന് അദ്ദേഹം ആദ്യം പറയുന്നത് 2012-ലാണ്. അതെ, 2011-ലാണ് ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വരുന്നത്. നിർഭാഗ്യവശാൽ ഭൂരിപക്ഷം വളരെ കുറഞ്ഞ ഒരു സർക്കാരാണ്, 72, 68 എന്ന നിലയിലാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി ഓരോ ഘടകകക്ഷിക്കും മുമ്പിൽ കണ്ടമാനം കിഴിയേണ്ടതായിട്ടും കെഞ്ചേണ്ടതായിട്ടും വന്നു. KB ഗണേഷ് കുമാർ മൂത്രമൊഴിക്കാൻ പോയാലോ, ഷിബു ബേബി ജോൺ സിനിമയ്ക്ക് പോയാലോ മന്ത്രിസഭ വീണ് പോകും. കാരണം ഭൂരിപക്ഷമില്ല. ഇതാണ് സ്ഥിതി. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആംഗ്ലോ ഇന്ത്യൻ മെമ്പർ കൂടി ചേരുമ്പോഴാണ് 73 ആവുള്ളൂ. അപ്പോൾ സ്പീക്കറെ തിരഞ്ഞെടുക്കുമ്പോൾ പിന്നെ 72 ആവും. ഇതായിരുന്നു സർക്കാരിൻ്റെ സ്ഥിതി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഘടകകക്ഷികൾക്ക് മുമ്പിൽ കണ്ടമാനം കീഴടങ്ങേണ്ടതായിട്ട് വന്നു. ഉമ്മൻചാണ്ടി സ്വന്തം നിലയ്ക്ക് ഒരു വർഗീയവാദിയൊന്നും ആയിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ആളുകൾക്ക് മുമ്പിൽ മാണി ഗ്രൂപ്പ് ആയാലും ശരിയാണ്, അതല്ല കേരള കോൺഗ്രസ് അല്ല നമ്മുടെ മുസ്ലിം ലീഗ് ആണെങ്കിലും ശരിയാണ്, മുസ്ലിം ലീഗിന് 4 മന്ത്രിമാർ എന്ന് തീരുമാനിച്ചു. പക്ഷേ പാണക്കാട് തങ്ങൾ 5 മന്ത്രിമാരുടെ പേര് പ്രഖ്യാപിച്ചു. അവരുടെ വകുപ്പും അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചു. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഘടകകക്ഷി നേതാക്കന്മാർ വകുപ്പ് തീരുമാനിക്കാൻ പറ്റില്ല, അത് മുഖ്യമന്ത്രിയുടെ പ്രിറോഗേറ്റീവാണ്. പക്ഷേ അതുപോലും അവർ ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. അത് കഴിഞ്ഞ് 5-ാം മന്ത്രിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദമായി പിറവ് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ KPCC എക്സിക്യൂട്ടീവ് കൂടിയിട്ട് ലീഗിന് 5-ാം മന്ത്രി കൊടുക്കരുത് എന്ന് തീരുമാനിച്ചു. കൊടുക്കാൻ പാടില്ല. അന്ന് കൊടുക്കരുത് ഏറ്റവും ശക്തമായിട്ട് വാദിച്ചത് MM ഹസനും MI ഷാനവാസും ഒക്കെ ആര്യാടൻ മുഹമ്മദായിരുന്നു. കാരണം ഈ ലീഗിന് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സിലുള്ള മുസ്ലിങ്ങൾക്ക് യാതൊരു പ്രസക്തിയിലുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നത്. ഏതായാലും അല്ലെങ്കിൽ പിന്നെ ഇവരുടെ ആവശ്യമില്ലല്ലോ. അത് പിന്നെ ആര്യാടൻ മുഹമ്മദിനും MM ഹസനൊക്കെ ലീഗിൽ ചേർന്നാൽ പോരെ. അങ്ങനെ ഒരു വലിയ പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. ഇതിൽ ഏറ്റവും വലിയ അപകടം നേരിടുന്നത് കോൺഗ്രസ്സിലുള്ള മുസ്ലിം നേതാക്കന്മാരാണ്. നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇത് കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി ഡൽഹിയിൽ പോയിട്ട് സോണിയാഗാന്ധിയെ പറഞ്ഞ് എങ്ങനെയോ ധരിപ്പിച്ചു, ഈ ലീഗിന് 5-ാം മന്ത്രി കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും എന്ന് പറഞ്ഞ് പുള്ളിയോടെ തിരിച്ചു വന്ന് ഉടനെ തന്നെ മഞ്ഞളാംകുഴി അലിയെ വിളിച്ച് സത്യപ്രതിജ്ഞ ചെയ്യിച്ചു. ഇത് ആ സമയത്ത് കേരളത്തിൽ വലിയ സാമുദായിക ധ്രുവീകരണം ഉണ്ടായി. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരുമായിരുന്നു. ഇവർ രണ്ടുപേരും ഭൂരിപക്ഷ സമുദായ ഐക്യത്തെക്കുറിച്ച് വാചാലമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ നായർ ഇഴവ സഖ്യമുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ രമേശ് ചെന്നിത്തലയെ ആഭ്യന്തര വകുപ്പോടുകൂടി മന്ത്രിസഭയിൽ എടുത്തിച്ചപ്പോൾ സുകുമാരൻ നായരുടെ വിഷമം സാമാന്യമായിട്ട് കുറഞ്ഞു. പുള്ളി വീണ്ടും UDFൻ്റെ ആളായിട്ട് മാറി. വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും സമരഭൂമിയിൽ ഉറച്ചു നിൽക്കുകയും നായാടി മുതൽ നമ്പൂരി വരെയുള്ള ഒരു ഐക്യം എന്ന റൈമിംഗ് ആയിട്ടുള്ളൊരു മുദ്രാവാക്യമുണ്ട് എന്ന രീതിയിൽ ഒരു മുദ്രാവാക്യം ഉണ്ടായിക്കൊണ്ടിരിച്ചു. അങ്ങനെയാണ് BDJS ഉണ്ടായത്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം BDJS രൂപീകരിക്കുന്നു. അവർ BJPയുമായിട്ട് സഖ്യം ചേർന്നു. അതിനു മുമ്പ് കോൺഗ്രസിന് സ്ഥിരമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈഴവ സമുദായത്തിലെ തീരെ ചെറുതല്ലാത്ത ഒരു ന്യൂനപക്ഷം BJPക്ക് വോട്ട് ചെയ്യാൻ മടിക്കാത്ത ആളുകളായിട്ട് മാറി. അങ്ങനെയാണ് കേരളത്തിൽ BJPയുടെ ശക്തി വർദ്ധിച്ചത്. അതിൽ വെള്ളാപ്പള്ളി വലിയ പങ്ക് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ ഉള്ള കാര്യമാണ്. കാരണം ഇവർ പറഞ്ഞത് സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും ഒരു മന്ത്രിസ്ഥാനം കൊടുത്തതിനല്ല എതിർത്ത്. ഈ സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഭൂരിപക്ഷ സമുദായക്കാർ അവഗണിക്കപ്പെടുന്നു. സംഘടിത സമുദായങ്ങളായ ഈഴവർക്കും നായന്മാർക്കും രക്ഷയില്ല എന്ന അവസ്ഥ വന്നാൽ പിന്നെ അസംഘടിതരായ ചെറു ന്യൂനപക്ഷങ്ങളുണ്ട്. വിശ്വകർമ്മ സമുദായം, അല്ലെങ്കിൽ ധീവര സമുദായം, പട്ടികജാതിക്കാർ, പുലയ സമുദായം, മറ്റു സമുദായക്കാരൊക്കെ ഉണ്ട്. ഇവരുടെ സ്ഥിതി എന്തായിരിക്കും? അസംഘടിതർക്ക് തീരെ രക്ഷയില്ലാത്ത അവസ്ഥ വരും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ നായാടി മുതൽ നമ്പൂരി വരെ എന്നുള്ള ഒരു മുദ്രാവാക്യം തന്നെ ഉണ്ടായത്. അത് വലിയ തോതിൽ ആളുകളെ ആകർഷിച്ചു എന്നുള്ള സത്യമല്ലേ. അതുകൊണ്ട് ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് ആ UDF തോറ്റത്. LDF ജയിക്കുകയല്ല ഇത്, UDF തോക്കുകയാണ്. UDFനെ തോൽപ്പിച്ചത് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ BDJS പിടിച്ച വോട്ട്, വൈക്കത്ത് പിടിച്ച വോട്ട്,
തൃപ്പൂണിത്തുറയിൽ പിടിച്ച വോട്ട്. തൃപ്പൂണിത്തുറയിൽ നമ്മൾ വിചാരിക്കുക കെ ബാബുവിനെ എം സ്വരാജ് തോൽപ്പിച്ചു. അല്ല, കെ ബാബുവിനെ തോൽപ്പിച്ചത് അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച തുറവൂർ വിശ്വംഭരനാണ്. വിശ്വംഭരൻ ക്രമാതീതമായ രീതിയിൽ വോട്ട് പിടിച്ചു. ആ വോട്ടിൽ അധികം പോയത് ബാബുവിൻ്റെ പെട്ടിയിൽ നിന്നാണ്. ബാബു തോറ്റുപോയി. ബാബു തോൽക്കുമ്പോൾ ഒരാൾ ജയിക്കണമല്ലോ. അങ്ങനെ സ്വരാജ് ജയിച്ചു. തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ, വൈപ്പിൻ മണ്ഡലത്തിൽ, അതുപോലെ പറവൂർ മണ്ഡലത്തിൽ, പിന്നെ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ, അതിനപ്പുറത്ത് ചാലക്കുടി മണ്ഡലത്തിൽ, കയ്പമംഗലത്ത്, നാട്ടികയിൽ, മണലൂർ മണ്ഡലത്തിൽ ഒക്കെ BDJS-ഉം BJP-യും പിടിച്ച വോട്ടുകൾ നോക്കിയാൽ മതി. എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടായെന്ന് മനസ്സിലാവും. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ KP ധനപാലനൊക്കെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കേണ്ടതാണ് കൊടുങ്ങല്ലൂർ. ധനപാലനെ തോൽപ്പിച്ചതും ഈ ഈഴവ സമുദായത്തിൽ നിന്ന് തെറ്റിത്തെറിച്ച് BJP-യിലേക്ക് പോയ വോട്ടുകളാണ്. തോമസ് ഉണ്ണിയാടനെ തോൽപ്പിച്ചതും BJP സ്ഥാനാർത്ഥി പിടിച്ച വോട്ടാണ്. പറവൂർ മാത്രമാണ് അതിലൊരു വ്യത്യാസം ഉണ്ടായത്. പറവൂർ BDJS-ൻ്റെ സ്ഥാനാർത്ഥി കണ്ടമാനം വോട്ട് പിടിച്ചു. പക്ഷേ അത് പോയത് നമ്മുടെ LDF-ൻ്റെ പെട്ടിയിൽ നിന്നായിരുന്നു. അവിടെയും സതീശൻ അതിജീവിച്ചു. പുള്ളി അത്രയും തന്ത്രശാലി ആയതുകൊണ്ട് അതിനെ അതിജീവിച്ചു. BDJS പിടിച്ച വോട്ട് പുള്ളിക്ക് ദോഷം ചെയ്തില്ല. ദോഷം ചെയ്ത് LDF സ്ഥാനാർത്ഥിക്കാണ്. ഇതൊക്കെ വളരെ പ്രകടമായിട്ട് നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളല്ലേ. ഇത് സ്വന്തം മൂക്കിനപ്പുറം കാണാൻ കഴിയാത്തവരാണ് നമ്മുടെ നാട്ടിലെ ഈ മാധ്യമ പ്രവർത്തകരിൽ നല്ലൊരു ഭാഗം. മൂക്ക് തന്നെ കാണാൻ പറ്റുമോ എന്നുള്ളതിനും സംശയമാണ്. അതുകൊണ്ടാണ് ഈ സർക്കാരിൻ്റെ കാലത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്ന് ചോദിക്കാനായിട്ടൊരു മാധ്യമ പ്രവർത്തകർ ധൈര്യം വന്നത്. അറിവില്ലായ്മയായിരിക്കും. അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ താഴ്ത്തി കെട്ടി എന്നുള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇനി വീരശൃംഖലയോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ബഹുമതി കിട്ടും എന്ന് വിചാരിച്ചിട്ടും ആയിരിക്കാം. അല്ല, ഇതിപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പരാമർശങ്ങൾ പോളിഷ്ഡ് ആയിരിക്കില്ല. പക്ഷേ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നു എന്ന് പറയുന്നവരുടെ എണ്ണം കൂടുകയാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ടോക്കിംഗ് പോയിന്റിൽ അദ്ദേഹം സംസാരിച്ചതിന് ശേഷം അതിന് താഴെ വന്ന കമൻറ്റുകളിൽ 99.9% ആളുകളും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന കമൻറ്റുകളാണ് അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങയുടെ അനുഭവവും വ്യക്തമാണല്ലോ. അപ്പോൾ ഇത് ഈ വിഷയം വരുന്ന ആളുകളിൽ കേരളത്തിലാകെ ചർച്ചയാകും എന്നങ്ങ് കരുതുന്നുണ്ടോ? ഇത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഇത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നോ ഇനി UDF-ന് കിട്ടാവുന്ന ഒരു വിജയത്തെ അട്ടിമറിക്കുമെന്നോ ഞാൻ ഈ ഘട്ടത്തിൽ വിചാരിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിലെ പ്രശ്നം എന്ന് വെച്ചാൽ ഇടതുപക്ഷ സർക്കാരിനോട് ജനങ്ങളുടെ ഇടയിൽ അതിഭയങ്കരമായ ഒരു വിരുദ്ധ വികാരമുണ്ട്, വിപ്രതിപത്തിയുണ്ട്. ഇനിയിപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ ശരി എന്ന് ബോധ്യമുണ്ടെങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ ജാതി മത പാർട്ടി ഭേദമന്യേ ആളുകൾ LDF-ന് എതിരായിട്ട് വോട്ട് ചെയ്യും. LDF-ന് എതിരായിട്ട് വോട്ട് ചെയ്യുമെന്ന് വെച്ചാൽ അതിലും പ്രധാനപ്പെട്ട ഒരു ഭാഗം വോട്ട് UDF-ന് തന്നെ കിട്ടും. പ്രത്യേകിച്ച് ഈ ന്യൂനപക്ഷ സമുദായങ്ങളിൽ. ഇപ്പോൾ ന്യൂനപക്ഷക്കാരുടെ ഒരു ഭരണമാണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അവർ ഭരണത്തിന് പുറത്താണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും പുറത്താണ്. പുറത്തെന്ന് വെച്ചാൽ അവരുടെ ആളുകൾ മന്ത്രിസഭയിൽ ഉണ്ടാകുന്ന പോലെയല്ല. ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാർ ഒരു കാര്യം പറഞ്ഞാൽ നടത്തി കൊടുക്കുകയില്ല ഇടതുപക്ഷക്കാർ. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ. ചിലപ്പോൾ ഈസ്റ്ററിന് അല്ലെ ക്രിസ്മസിന് ഇവരെ വിളിച്ച് മുഖ്യമന്ത്രി കേക്ക് മുറിക്കുകയും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞ് കുരിശ് വരയ്ക്കുകയൊക്കെ ചെയ്യും. അതിനപ്പുറത്ത് ഞങ്ങൾക്ക് അത് വേണം, ഞങ്ങൾക്ക് ഇത് വേണം എന്നൊക്കെ പറഞ്ഞാൽ പുള്ളി ഗൗനിക്കില്ല. ആ മുസ്ലിം മത പണ്ഡിതന്മാരുടെ സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല. അപ്പോൾ ആർക്കും ഒന്നും കിട്ടുകയില്ല. ഈ നായർ സമുദായത്തിൽ നിന്ന് 10 മന്ത്രിമാരുണ്ടായി. നായന്മാർക്ക് നല്ല കാലമാണെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കൽ യൂട്യൂബിൽ വീഡിയോ ചെയ്തു. ഈ മന്ത്രിസഭ വന്നതിൻ്റെ പിറ്റേ ദിവസം അത് കണ്ട് നമ്മുടെ സമുദായ ഉടമസ്ഥൻ കോപാകുലനായി. സംഗതി ഞാൻ പറഞ്ഞത് സത്യമാണെങ്കിൽ പുള്ളി കോപിച്ചു. പുള്ളി കോപിച്ചിട്ട് ഞങ്ങളുടെ ആലുവ യൂണിയൻ പ്രസിഡൻറ്റിനെ വിളിച്ചു. പ്രസിഡൻറ്റ് എൻ്റെ ഒരു കൊല്ലം ജൂനിയറായിട്ട് UC കോളേജിൽ പഠിച്ചതാണ്. എന്നിട്ട് പറഞ്ഞ ആ വക്കീൽ എന്താ അസംബന്ധം പറഞ്ഞത്, ഈ 10 നായന്മാർ മന്ത്രിയായിട്ട് സമുദായത്തിന് എന്ത് ഗുണം കിട്ടുന്നത്? പുള്ളി എന്നെ വിളിച്ചു. സമുദായത്തിന് എന്ത് ഗുണം? ഞാൻ പറഞ്ഞു ഒരു ഗുണമില്ല. 10 പേർക്ക് അവരുടെ ഭാര്യ വീട്ടുകാർക്ക് സന്തോഷിക്കാമല്ലോ, അത് നല്ല കാര്യമല്ല. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ഞാനതിൽ പറയാഞ്ഞൊരു കാര്യം കൂടി ഉണ്ട്. ഈ സർക്കാരായതുകൊണ്ട് ഇതിനകത്ത് ഈ ജാതി മതാടിസ്ഥാനത്തിൽ വീതം വെപ്പ് ഉണ്ടാവില്ല. അതുകൊണ്ട് പെരുന്നയിൽ നിന്ന് പുള്ളി ടാക്സി വിളിച്ച് കണിച്ചുകുളകരേക്ക് കൊണ്ടുവരില്ല. അത് തന്നെ ഒരു വലിയ നേട്ടമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രസിഡൻറ്റ് പിന്നെ ഒന്നും പറഞ്ഞില്ല, പുള്ളി ഫോൺ കട്ടി. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള തമാശകളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇടതുപക്ഷക്കാർക്ക് മറ്റ് പല കുഴപ്പങ്ങളും ഉണ്ട്. എങ്കിൽ പോലും ഈ സാമുദായ പ്രീണനം എന്ന് പറഞ്ഞാൽ പരമാവധി അവർ നടത്തില്ല. പിന്നെ വല്ല ദുർഗാഷ്ടമിക്ക് അവധി കൊടുക്കുക, അല്ലെങ്കിൽ നബിദിനം വെള്ളിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച ആണെങ്കിൽ തിങ്കളാഴ്ച അവധി കൊടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യും. അതൊന്നും അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞു അതൊക്കെ താരതമ്യം അത്ര നിസ്സാരമായ നിർദോഷമായിട്ടുള്ള ചില പ്രീണനങ്ങളാണ്. ഓക്കെ. അതൊന്നും അല്ല പ്രീണനം. ഇപ്പം കാണണമെങ്കിൽ നോക്കിക്കോ. 3 മാസം കഴിഞ്ഞ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ നടക്കാൻ പോണേ എന്തൊക്കെയാണെന്ന് നമുക്ക് അപ്പം കാണാം.
ഇപ്പോൾ കൊച്ചി മേയറെ തിരഞ്ഞെടുക്കുന്നതിൽ നമ്മൾ കണ്ടില്ലേ എന്തൊക്കെയായിരുന്നു മാറുന്നുണ്ടോ. അതെ അതെ, ഞങ്ങളുടെ ചർച്ചയിൽ വന്നിട്ടുള്ള മറ്റൊരു അഭിപ്രായം കൂടിയുണ്ട്. ഈ ഹിന്ദു നേതാക്കൾ ആരെയും ഒരു പരിധിക്കപ്പുറത്തേക്ക് വളരാൻ വിടില്ല. ലീഗിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകും. ചിലപ്പോൾ അവരെ നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ ഉൾപ്പെടുത്തുന്നതും ആദ്യം സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നതും അവരായിരിക്കും. പക്ഷേ അവർ ഒരു പരിധിക്കപ്പുറത്തേക്ക് വളർന്നു കഴിഞ്ഞാൽ അവിടെ കടക്കി വെട്ടും. പിന്നീട് കുറേ നാളിന് ശേഷം മറ്റൊരാൾ വളർന്നു വരികയാണെങ്കിൽ അവിടെയും വെട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഈ വി ഡി സതീശൻ ഇപ്പോൾ എല്ലാം നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് പോകുന്നു. വിജയം ലഭിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റെ ഫലം അനുഭവിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണണം. അവിടെയും ഒരു വെട്ട് വന്നേക്കും. കാരണം ലീഗിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കാത്ത ആളാണ് വി ഡി സതീശൻ എന്ന ഒരു നിരീക്ഷണം വരുന്നുണ്ട്. ഈ കാര്യത്തിൽ അങ്ങേക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കുന്നുണ്ടോ? അല്ല, ഹിന്ദു നേതാക്കൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ നേതാക്കൾ വളർന്നു വരുമ്പോൾ മുസ്ലിം ലീഗ് വെട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല. കരുണാകരനെ പുറത്താക്കിയതിന് ശേഷം പിന്നെ അത്രയും പ്രബലനായ ഒരു ഹിന്ദു വിവാദത്തിലുള്ള നേതാവ് ഉണ്ടായിട്ടുമില്ല. അതൊരു സത്യമല്ലേ. ആ നിലയിലേക്ക് ഉയർന്ന വേറൊരാളുണ്ടായിട്ടില്ല. പിന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ആ രീതിയിലൊരു നിലയിലേക്ക് മുഖ്യമന്ത്രി ആകാനുള്ള ഒരു അവസരം ഉണ്ടായില്ല. മുഖ്യമന്ത്രി ആകുമായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് ഊഹിക്കുന്നതിലും കഥയില്ല. ഉമ്മൻചാണ്ടിയുടെ പുറകിൽ ഏത് കാലത്തും ലീഗ് ഉണ്ടായിരുന്നു. ലീഗിൻ്റെ പിന്തുണയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ശക്തി എന്നുള്ളത് സത്യമാണ്. അതെ, ഈ സതീശൻ്റെ കാര്യത്തിൽ ലീഗിൻ്റെ ചൊൽപ്പടിക്ക് വഴങ്ങുന്ന ആളല്ല സതീശൻ എന്ന് അദ്ദേഹം ഇതുവരെ തെളിയിച്ചിട്ടുണ്ട്. കാര്യം പാണക്കാട് തങ്ങളെ കാണുമ്പോൾ അദ്ദേഹം ആദരവൊക്കെ പ്രകടിപ്പിക്കും, കുഞ്ഞാലിക്കുട്ടിയോടും ഒക്കെ മാന്യമായിട്ട് പെരുമാറുമെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ സതീശനിൽ ഒരു അരപ്പിണറായി ഉണ്ട്. പുള്ളി വഴങ്ങുന്ന ആളല്ല. അതെ, സതീശനെ ഒടിക്കാനേ പറ്റുള്ളൂ, വളയ്ക്കാൻ പറ്റില്ല. അങ്ങനെ വലിയ പ്രശ്നം പുള്ളിക്കുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ സാറേ, അല്ല ഞാൻ പറഞ്ഞത് ഇനി പുള്ളി വളയുവോ ഒടിയോ എന്നുള്ളത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ കാത്തിരുന്ന് അങ്ങനെ അല്ല നമ്മൾ പ്രവചിക്കുന്നത്. ഒരാൾ നമ്മളങ്ങനെ ശപിക്കുന്നത് ശരിയാണ്. അല്ല, വി ഡി സതീശനെ പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടി കൂടി ഒട്ടിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതിൽ വേറൊരു കാര്യമുണ്ട്. എന്താ പ്രശ്നം തരുമോ? ഈ എ.കെ. ആന്റണിയെ പോലെയോ ഉമ്മൻചാണ്ടിയെ പോലത്തെ ഒരാളല്ല സതീശൻ. അതൊരു കാര്യം. ഏതാണ്ട് കരുണാകരൻ്റെ അത്രയും സൂത്രശാലിയോ കുതന്ത്രശാലിയോ അല്ലെങ്കിലും തൻ്റെ ഇടമുള്ള ആളാണ്. ഞാൻ ഒറ്റക്കൊരു ഉദാഹരണം പറയാം. സതീശൻ്റെ ഒരു സവിശേഷത, ഞാൻ അദ്ദേഹത്തെ ഒരുപാട് കാലമായിട്ട് അറിയും. ഇവിടെ വക്കീലന്മാരായിരുന്ന കാലത്ത് അദ്ദേഹം MVS നമ്പൂരിയുടെ ഓഫീസിലും ഞാൻ M. രാമേന്ദ്രൻ സാറിൻ്റെ ഓഫീസിലും, ഞങ്ങൾ അടുത്തടുത്തുള്ള ഓഫീസുകളാണ്, ഒരുമിച്ച് കോടതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവർ. പിന്നെ അദ്ദേഹം ഫുള്ളായിട്ട് രാഷ്ട്രീയത്തിലേക്ക് പോയതാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട് എൻ്റെ വീടിൻ്റെ വളരെ അടുത്താണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ പല രീതിയിലുള്ള അടുപ്പമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് സതീശനെ എനിക്ക് ആ രീതിയിൽ അടുത്ത പരിചയമുള്ള ആളാണ്. ആത്മബന്ധം തന്നെ പറയാം. പക്ഷേ സതീശൻ്റെ ഒരു സവിശേഷത, പുള്ളി ഒരിക്കലും ഈ വളയുകയില്ല. അദ്ദേഹം പറവൂർ മണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ എറണാകുളം മണ്ഡലത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് പുതിയ പറവൂർ മണ്ഡലം. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ കാറിന് പോകുമ്പോൾ വരാപ്പുഴ പാലം വരെ എറണാകുളം മണ്ഡലമാണ്. വരാപ്പുഴ പാലം കഴിഞ്ഞാൽ പറവൂർ മണ്ഡലം ആരംഭിക്കും. പിന്നെ മൂത്തോന്നം പാലം വരെ പറവൂർ മണ്ഡലമാണ്. അപ്പോൾ ഇതിൽ ഈ എറണാകുളം മണ്ഡലത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ കാണുന്നത് ഈ പുനർവിഭജനത്തിന് ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ്. എറണാകുളം മണ്ഡലത്തിൽ എമ്പാടും ഹൈബി ഈഡൻ്റെ പോസ്റ്റുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഹൈബി ഈഡൻ ജോർജ് ഈഡൻ്റെ കൂടെ നിൽക്കുന്ന പടം, പാണക്കാട് തങ്ങളുടെ കൂടെ നിൽക്കുന്നത്, കുഞ്ഞാലിക്കുട്ടിയുടെ കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ എ.കെ. ആന്റണിയുടെ കൂടെ, കരുണാകരൻ്റെ കൂടെ, ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങളുണ്ട്. വർണ്ണശബളമായ അനവധി ചിത്രങ്ങളാണ്. വരാപ്പുഴ പാലം കഴിഞ്ഞാൽ മൂത്തോന്നം പാലം വരെ ഒറ്റക്കൊരു പോസ്റ്റർ കാണും. ഒരേ ഒരു തരം പോസ്റ്റർ. അത് അഡ്വക്കേറ്റ് വി ഡി സതീശന് കൈപ്പത്തി അടയാളത്തിൽ ഓട്ടിക്കുക. ഒറ്റ പടമേ ഉള്ളൂ. ഓക്കെ, ഒറ്റ പടം. അത് സതീശൻ്റെ മാത്രം പടമാണ്. അതിൽ പ്രിയങ്ക ഗാന്ധി ഇല്ല, രാഹുൽ ഗാന്ധി ഇല്ല, സോണിയാഗാന്ധി ഇല്ല, പാണക്കാട് തങ്ങളില്ല, കുഞ്ഞാലിക്കുട്ടിയില്ല, കരുണാകരനില്ല, ആന്റണിയില്ല, ഒരാളുമില്ല. ഇനി ദേശീയ നേതാക്കളോ സംസ്ഥാന നേതാക്കളോ ഒരു ഒറ്റ കുഞ്ഞിനെ പറവൂർ മണ്ഡലത്തിൽ പ്രചരണത്തിന് പുള്ളി കാലെടുത്ത് ഔട്ടാൻ സമ്മതിച്ചില്ല. വന്നിട്ടും പോയിട്ടും അല്ല, അന്ന് അദ്ദേഹത്തിൻ്റെ എതിരാളി ശക്തനാണ്, പന്ന്യൻ രവീന്ദ്രനാണ്. മനസ്സിലായില്ലേ? അതെ അതെ അതെ. പന്ന്യൻ രവീന്ദ്രനായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോഴാണ്. വന്നിട്ടും പോയിട്ടും ഒരു നേതാവാണ് അവിടെ വന്ന് 10 മിനിറ്റ് സതീശന് വേണ്ടി പ്രസംഗിച്ചാരെന്നറിയാമോ? എ.കെ. ആന്റണി. എ.കെ. ആന്റണി അല്ലാതെ ഒരൊറ്റ കോൺഗ്രസ് നേതാവിനെയും ഇന്നത്തെ സതീശനല്ല. അതെ, എത്ര 15 കൊല്ലം മുമ്പത്തെ സതീശൻ്റെ കാര്യം പറഞ്ഞത്. ശരിയാണ്. ഒരൊറ്റ നേതാവിനെയും പറവൂർ മണ്ഡലത്തിൽ പ്രസംഗിക്കാൻ പുള്ളി വിളിച്ചില്ല. വരാൻ അനുവദിച്ചാൽ പുള്ളിയുടെ അനുവാദമില്ലാതെ പ്രസംഗിക്കാൻ പറ്റുമല്ലോ. അതെന്തായിരിക്കും അങ്ങനെ അതാണ് ഞാൻ നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു ഉത്തരം അതിൻ്റെ അകത്തുണ്ട്. അതായത് അതാണ് സതീശൻ. അപ്പോൾ പറവൂർ മണ്ഡലത്തിൽ മുസ്ലിങ്ങളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട് എന്ന് വിചാരിച്ച് ഇനി പാണക്കാട് തങ്ങളെ കൊടുത്ത് പ്രസംഗിപ്പിച്ചാൽ 10 വോട്ട് കൂടുതലിട്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ച് തങ്ങളെ കൊടുത്തില്ല, കുഞ്ഞാലിക്കുട്ടിയെ കൊടുത്തില്ല. ഓക്കെ,
ഒരാളെയും കൊണ്ടുവന്നില്ല. അഡ്വക്കേറ്റ് വി ഡി സതീശന് കൈപ്പത്തി അടയാളത്തിന് കൂട്ടുക എന്ന ഫ്ലെക്സ് ബോർഡും എന്ന പോസ്റ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എ കെ ആൻ്റണി അല്ലാതെ ഉമ്മൻചാണ്ടി അടക്കം ഒരാളെയും മണ്ഡലത്തിൽ വരാനോ പ്രസംഗിക്കാനോ അദ്ദേഹം അനുവദിച്ചില്ല, അതിനെ ക്ഷണിച്ചില്ല, വിളിച്ചില്ല. അപ്പോൾ ഇതാണ് സതീശൻ. ആ സതീശൻ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സിന് നല്ലൊരു സൈസിബിൾ മെജോറിറ്റി കിട്ടുകയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു 60 സീറ്റ് കോൺഗ്രസ്സിന് തനതായിട്ട് കിട്ടുകയാണെങ്കിൽ പിന്നെ ലീഗിൻ്റെ സമ്മർദ്ദം താരതമ്യേന കുറവായിരിക്കും. ഈ സമ്മർദ്ദം ചെലുത്തിയാലും അവർ വഴങ്ങണമെന്നില്ല. ഇതിപ്പോൾ ഉമ്മൻചാണ്ടിക്ക് പറ്റിയത് അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഇല്ലായിരുന്നു. ആൻ്റണിക്ക് പറ്റിയത് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് ഇരുത്തിയത് മുസ്ലിം ലീഗും ഘടകകക്ഷികളുമാണ്. അതുകൊണ്ട് വഴങ്ങേണ്ട വന്നു. ഉമ്മൻചാണ്ടിക്കും ഇതേ ഗതികേട് തന്നെ സംഭവിച്ചു രണ്ടാമത്തെ മന്ത്രിസഭ വന്നപ്പോൾ. അല്ല, ആദ്യം അദ്ദേഹം വരുന്ന സമയത്ത് 2005 2004 സെപ്റ്റംബറിലാണ്. 2004 സെപ്റ്റംബറിൽ ആൻ്റണി രാജിവെച്ചു. ഉമ്മൻചാണ്ടി വരുമ്പോഴും ഈ ആൻ്റണിയെ താഴെ ഇറക്കിയാലും കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു കൈയുണ്ട്. ആൻ്റണിയെ ഉച്ചി വെച്ചതും ഉദകക്രിയ ചെയ്തതും കുഞ്ഞാലിക്കുട്ടിയാണ്. ആൻ്റണിയെ കൊണ്ടത് ഉമ്മൻചാണ്ടിയാണ്, അല്ല കുഞ്ഞാലിക്കുട്ടിയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വലിയ പരാജയം ഉണ്ടായപ്പോഴും ആൻ്റണിയുടെ കൊളറായ്മ കൊണ്ടാണ് മാറാട് കലാപം എന്നൊക്കെ പറഞ്ഞിട്ട് ആൻ്റണിയെ മാറ്റുന്നതിലും കുഞ്ഞാലിക്കുട്ടി പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. അപ്പോൾ അതുകൊണ്ട് ഉമ്മൻചാണ്ടിക്ക് കുഞ്ഞാലിക്കുട്ടിയെ മുസ്ലിം ലീഗിന് ഒബ്ലൈജ് ചെയ്യാതെ മാർഗമില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷേ അത് ദൈവകൃത്വം, ഈ ദൈവം എന്ന് പറഞ്ഞ ആളില്ല എന്ന് പറയുമ്പോഴും നമുക്ക് ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടി വരുന്നത് എങ്ങനെ വെച്ചാൽ, ഇത് കഴിഞ്ഞ തൊട്ട് പുറകെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ലൈംഗിക അപവാദം ഉണ്ടാകുന്നത്. ഐസ്ക്രീം കേസ് വന്ന് പുള്ളി അപമാനിതനായിട്ട് രാജിവെക്കേണ്ടി വന്നത്. അപ്പോൾ ആളുകൾ പറഞ്ഞ ആൻ്റണിയോട് ചെയ്തതിൻ്റെ ശാപമാണ് എന്നാണ്. അതിൽ വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ പറഞ്ഞത് ഓരോ ഘട്ടത്തിലും മുസ്ലിം ലീഗിന് വഴങ്ങിയതാണ് ഈ എ കെ ആൻ്റണിക്കും ഉമ്മൻചാണ്ടിക്കും വലിയ ശാപമായിട്ട് മാറിയത്. അപ്പോൾ അങ്ങനെ ഒരു ദുരവസ്ഥ സതീശനോ അല്ലെങ്കിൽ ചെന്നിത്തലയ്ക്കോ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗ് ആവട്ടെ, കേരള കോൺഗ്രസ് ആവട്ടെ, ഇനി CP ജോണിൻ്റെ പാർട്ടി ആവട്ടെ, വേറെ ഏതെങ്കിലും പാർട്ടി ആവട്ടെ, കൈയിട്ട് വരാൻ ഇവർ അവസരം കൊടുക്കരുത്. ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ചോളാം, ഞങ്ങൾ പരിഹരിച്ചോളാം എന്ന തൻ്റെ ഇടവും താൻപോരിമയും കോൺഗ്രസ് പുലർത്തണം. 2, ഈ ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് പറയുമ്പോൾ അതിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും മാത്രമല്ല നായന്മാരും ഈഴവരും ഇനിയിപ്പോൾ വാദിക്കാൻ ആരുമില്ലാത്ത വെള്ളാപ്പള്ളി നടേശൻ ഇല്ലാത്ത വിശ്വകർമ്മ സമുദായക്കാരും ധീവരരും ഒക്കെ ഉൾപ്പെട്ടതാണ് എന്ന ബോധ്യവർഗം ഉണ്ടാവണം. രാഹുൽ ഗാന്ധി ഡൽഹിയിൽ കാഞ്ച ഐലയ്യെ വിളിച്ച് പ്രസംഗിപ്പിച്ചുകൊണ്ട് മാത്രം ഇവരുടെ പ്രശ്നങ്ങളും തീരില്ല. മനസ്സിലായില്ലേ? അതെ അതെ അതെ, അത് വേണം. 3ാമത് ഘടകകക്ഷികൾ തലേ കയറിയിരുന്ന് കാഷ്ടിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. അത് ഏത് പാർട്ടിയായാലും. ഓക്കെ, അത് വാസ്തവമാണ്. അങ്ങ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ തന്നെ എനിക്കൊന്ന് ഈ ആലുവയിലെ വാർത്തയൊക്കെ പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ഈ സമിതി അധ്യക്ഷന്മാരെയൊക്കെ തന്നെ നിശ്ചയിച്ചതിന് ശേഷമാണ് അതിൻ്റെ പ്രതിഷേധം ശക്തമായതും അത് ശക്തമായി വാർത്തയിലൂടെ വരാൻ തുടങ്ങിയതും. ഈ വിഷയം തന്നെ നിലവിലും കോൺഗ്രസിൻ്റെ അണികൾക്കുള്ളിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കില്ലേ? അത് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ, അത് അഡ്രസ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ അത് ദോഷമാവില്ലേ സർ? അത് തീർച്ചയായിട്ടും ആവും. അതിൻ്റെ 2ാം ഘട്ടം എന്ന് വെച്ചാൽ ഈ നിരാശരായ അസംതൃപ്തരായി നിൽക്കുന്ന കോൺഗ്രസിൻ്റെ അണികൾ എങ്ങോട്ട് പോകും? സിമ്പിളല്ലേ. ഇപ്പോൾ ഈ അൻവർ സാദത്തിൻ്റെ കാര്യം പറഞ്ഞില്ല. അൻവർ സാദത്തിൻ്റെ വീടിരിക്കുന്ന പഞ്ചായത്ത് എൻ്റെ പഞ്ചായത്താണ്. ഞങ്ങളുടെ അടുത്ത ഡിവിഷനിലാണ് പുള്ളി. ആ പഞ്ചായത്തിലാണ് കോൺഗ്രസ്സിന് മേൽഗതി കിട്ടാതെ പോയത്. അബ്സല്യൂട്ട് മെജോറിറ്റി UDF കിട്ടാതെ പോയത് ഞങ്ങളുടെ പഞ്ചായത്തിലാണ്. ഓക്കെ, അവിടെ 8 കോൺഗ്രസ്സുകാർ ജയിച്ചു, 2 സ്വതന്ത്രന്മാരടക്കം 6 കോൺഗ്രസ് 2 സ്വതന്ത്രൻ. 8 പേര് കോൺഗ്രസ്സുകാർ ജയിച്ചപ്പോൾ 5 പേര് LDFകാർ ജയിച്ചു. ശേഷം 6 സീറ്റ് ആർക്ക് കിട്ടിയതെന്നറിയോ? 6 സീറ്റ് BJPക്ക് കിട്ടിയത്. BJPയുടെ ചരിത്ര നേട്ടമാണ് ചങ്ങവനാട് പഞ്ചായത്തിൽ. ഓക്കെ, അതെങ്ങനെ സംഭവിച്ചു എന്ന കാര്യം അൻവർ സാദത്ത് ഒന്നുകൂടി ആലോചിച്ചാൽ പുള്ളിക്ക് മനസ്സിലാവും. സാദത്തിന് മാത്രമല്ല ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അല്ല, ഇത് ഒരു ചെറിയ അഭിപ്രായം കൂടി അങ്ങ് പറഞ്ഞാൽ നന്നായിരുന്നു. അതായത് ഇപ്പോൾ അങ്ങ് പറഞ്ഞ ഈ ഒരു ഇക്വേഷൻ എവിടെ പോയി എന്നപ്പോൾ എത്തി നിൽക്കുന്നത് BJP സ്ഥാനാർത്ഥികൾ വിജയിച്ച ഒരു വിഷയത്തിലേക്കാണ് പോകുന്നത്. ഇതേ ഒരു ഫോർമുല അല്ലെങ്കിൽ ഇതേ ഒരു കാര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിലും ആവർത്തിക്കാൻ സാധ്യതയില്ലേ? കാരണം ഇത്തരത്തിൽ ഭൂരിപക്ഷ സമുദായം അവഗണിക്കപ്പെടുന്നു എങ്കിൽ അവർ എങ്ങോട്ട് പോകണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കും, എങ്ങോട്ട് പോകേണ്ട എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കും, ആർക്ക് വോട്ട് കൊടുക്കേണ്ട എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കും. ആ ചിന്തകളൊക്കെ തന്നെ പിന്നീട് എങ്ങോട്ടേക്ക് ഒഴുകും എന്നുള്ളത് നമ്മളിപ്പോൾ തന്നെ അനുമാനിക്കേണ്ട ഒരു കാര്യമായി നിൽക്കുന്നില്ലേ? അതെ, അതാണല്ലോ അനുമാനിക്കേണ്ടതും ആലോചിക്കേണ്ടതും. ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ട് തന്നെ നോക്കിയാൽ മതിയല്ലോ. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഏത് സമുദായക്കാർക്ക് ഭൂരിപക്ഷം? വോട്ട് എവിടെ നിന്ന് എങ്ങോട്ടാ? ഞാൻ പറഞ്ഞത് വോട്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോയത്? ആലപ്പുഴ അസംബ്ലി മണ്ഡലത്തിൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കായംകുളത്ത്, അമ്പലപ്പുഴയിൽ, നമ്മുടെ കരുനാഗപ്പള്ളിയിലൊക്കെ വോട്ട് എവിടെ നിന്ന് എങ്ങോട്ടാണ് പോയത്? ശരിയാണ്. ഇനി അതുപോട്ടെ, കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ
കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ MK രാഘവൻ്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു എന്നുള്ള സത്യമാണ്. രാഘവൻ്റെ വോട്ട് കൂടുകയല്ല ചെയ്തത്, യഥാർത്ഥത്തിൽ കരീമിൻ്റെ വോട്ട് കുറയുകയാണ് ചെയ്തത്. ശരിയാണ്. ആ കുറഞ്ഞ വോട്ട് എങ്ങോട്ടാണ് പോയത്? അത് രാഘവനിലേക്കല്ല പോയത് MT രമേശിലേക്കാണ്. അതെ. ഇത് തന്നെ വടകരയിൽ സംഭവിച്ചു. ഇത് തന്നെ അല്പം കുറഞ്ഞ അളവിൽ നമ്മുടെ കണ്ണൂർ മണ്ഡലത്തിൽ സംഭവിച്ചു. അപ്പോൾ ഇതൊരു പാൻ കേരള പ്രതിഭാസമായിട്ട് മാറും. ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. തീർച്ചയായിട്ടും. അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് പരിഹരിക്കാമെങ്കിൽ പരിഹരിച്ചു കൊള്ളുക. കാരണം ഇത് കാലം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ അവഗണന എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികളിൽ ഒട്ടുമിക്കതും ഉയർത്തിപ്പിടിക്കുന്നവർ ശക്തമായി ഉന്നയിക്കുന്നത്. ഈ പരാതി നിങ്ങൾ ഇപ്പോൾ അഡ്രസ്സ് ചെയ്തില്ല എങ്കിൽ, അത് അഡ്രസ്സ് ചെയ്ത് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടിത്തറ തന്നെ ഇളകിപ്പോകും എന്ന് മനസ്സിലാക്കുക. കാരണം സുവർണ്ണ അവസരമാണ് കേരള നിയമസഭയിലേക്ക് ഭരണപക്ഷമായി തിരിച്ചെത്തുവാൻ നിങ്ങൾക്ക് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. കാരണം ജനവികാരം ഭരണപക്ഷത്തിന് എതിരാണ് എന്നുള്ളത്. പക്ഷേ ഇത്തരത്തിലുള്ള പിടിപ്പുകേടുകൾ കൊണ്ട് ആ അഡ്വാൻറ്റേജ് നിങ്ങൾ കളഞ്ഞു കുളിക്കരുത്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻറ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.